മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക്. രാഷ്ട്രപതി ഭവനിൽ ഇന്ന് രാത്രി 7:15 മോദിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുക. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ മന്ത്രിമാരാകും. ഘടകകക്ഷികളായ TDPയിൽ നിന്നും JDUവിൽ നിന്നും 2 പേരും, JDS, LJP, ശിവസേന, HAM, അപ്നാദൾ എന്നീ കക്ഷികളിൽ നിന്ന് ഒരാൾ വീതവുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. സത്യപ്രതിജ്ഞ ചെയ്യുന്ന MPമാർക്ക് പ്രധാനമന്ത്രി ചായ സൽക്കാരം ഒരുക്കി. തൃശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയാകും. ചടങ്ങിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിച്ചു. അദ്ദേഹം വിളിച്ചു, നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു. എത്തുന്നു. ബാക്കിയെല്ലാം ഇനി അവിടെ ചെന്ന് എനിക്ക് അത്രേ പറയാൻ പറ്റുന്നു. അതെല്ലാം അവിടെ ചെന്ന് അവർ നിശ്ചയിക്കുന്നത് പോലെ എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഈ സിനിമകളുണ്ടല്ലോ ചെയ്തിരുത്താൻ ആ ഒരു പരിഗണന കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ നിശ്ചയം അവരുടെയാണ്. കാരണം എന്നോട് പറഞ്ഞ് ഞാൻ തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആളായിരിക്കണം പ്രധാനമന്ത്രിയുടെ തീരുമാനം ആ ജനങ്ങളെ കരുതലോടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പോകുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രധാനമന്ത്രിയെയും വിളിച്ച് സംസാരിച്ചിരുന്നു ഈ കാര്യങ്ങൾ. അത് പറഞ്ഞതുകൊണ്ടാണ് ഈ പോകുന്നത്. താങ്ക് യു. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കുകയാണ് പ്രവർത്തകർ. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു നമുക്കൊപ്പം. മിഥുൻ, പ്രധാനപ്പെട്ട ഏതെല്ലാം വകുപ്പുകൾ BJP ഘടകകക്ഷികൾക്ക് നൽകാതെ കയ്യിൽ തന്നെ കൈവശം വയ്ക്കും എന്നുള്ള സൂചനകളൊക്കെ ഏകദേശം പുറത്തു വന്നിരിക്കുകയാണ്. ആഭ്യന്തരവും ധനവും പ്രതിരോധവും വിദേശകാര്യവുമെല്ലാം പ്രധാനപരമായിട്ട് സഖ്യകക്ഷികൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന വകുപ്പുകൾ എന്തെല്ലാം, ആരെല്ലാം പ്രധാനമായി മന്ത്രിസഭയിൽ ഇടം നേടും എന്നുള്ള സൂചനകൾ, അതെല്ലാം ഏത് തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ വരുന്നത്? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എങ്ങനെയാണ്? അപർണ, പ്രധാനമന്ത്രിക്കൊപ്പം 40-ലധികം പേർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത കേന്ദ്രമന്ത്രിമാരാകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 36 പേർ BJPയിൽ നിന്നും മറ്റ് ഘടകകക്ഷികളിൽ നിന്ന് ബാക്കിയുള്ളവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ TDPക്ക് 2 മന്ത്രിസ്ഥാനങ്ങൾ, അതായത് 1 ക്യാബിനറ്റ് മന്ത്രി പദവും 1 സഹമന്ത്രി സ്ഥാനവും നിലവിൽ ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന ഒരു കാര്യം 4 മന്ത്രിസ്ഥാനങ്ങൾ, ഒപ്പം തന്നെ ജനസേനയ്ക്ക് 2 മന്ത്രിസ്ഥാനങ്ങൾ ഉൾപ്പെടെ നൽകി അങ്ങനെ 6 സ്ഥാനങ്ങൾ നൽകണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഒപ്പം തന്നെ സ്പീക്കർ സ്ഥാനം എന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് വലിയ രീതിയിലുള്ള ചർച്ചകൾ NDA യോഗത്തിലും ഒപ്പം തന്നെ JP നഡ്ഡയുടെ ഭാഗത്തു നിന്ന് ഇരു നേതാക്കളും ഒക്കെയായി കൂടിയാലോചിക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് ഈ ഒരു സ്പീക്കർ സ്ഥാനത്ത് നിന്നുള്ള ഒരു കാര്യത്തിൽ നിന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് TDP അധ്യക്ഷൻ നേരത്തെ വ്യക്തമാക്കുകയും ഒപ്പം തന്നെ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിലേക്ക് കൂടി എത്താനുള്ള ഒരു സാധ്യത കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ TDPയിൽ നിന്ന് നിലവിൽ ഇന്ന് 2 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. അതിൽ 1 ചന്ദ്രശേഖർ പേമസാനി, രണ്ടാമത്തേതായിട്ടുള്ളത് റാം മോഹൻ നായിഡു. ഈ 2 പേരാണ് ഇന്ന് TDPയിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. അതോടൊപ്പം തന്നെ JDUവിൽ നിന്ന് 2 പേർ കേന്ദ്രമന്ത്രിമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. അതായത് രാംനാഥ് താക്കൂറും ഒപ്പം തന്നെ ലലൻ സിംഗും. ഈ 2 പേരുടെ പേരുകൾക്ക് പുറമെ സഞ്ജയ് കുമാർ ഝാ അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ നേരത്തെ ഉയർന്നു വരികയും ചെയ്തു. അദ്ദേഹമായിരുന്നു നിതീഷ് കുമാറുമായി ഏറെ നാൾ ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിട്ടുള്ള നേതാവ് കൂടിയാണ്. കൂടാതെ ഈ NDAയുമായും ഒപ്പം തന്നെ മറ്റു നേതാക്കളുമായും BJP നേതാക്കളും ഒക്കെയായി കൂടിയാലോചനകൾ നടത്തുന്ന സമയത്തും ഒപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നിതീഷ് കുമാർ ഡൽഹിയിൽ എത്തിയപ്പോഴും ഒക്കെ സഞ്ജയ് കുമാർ ഝാ ആയിരുന്നു അദ്ദേഹത്തോടൊപ്പം അനുയായിയായി ഈ യോഗത്തിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. ഒരു പക്ഷേ സഞ്ജയ് കുമാർ ഝായ്ക്ക് തന്നെ മന്ത്രിസ്ഥാനം ആദ്യഘട്ടത്തിൽ നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എങ്കിൽ പോലും തന്നെ ഇപ്പോൾ അവരുടെ മുതിർന്ന നേതാക്കൾ കൂടിയായിട്ടുള്ള ലലൻ സിംഗിനും ഒപ്പം തന്നെ രാംനാഥ് താക്കൂറിനും മന്ത്രിസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിൽ നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സ്ഥാനം കൂടി അവർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നിതീഷ് കുമാർ, അതായത് റെയിൽവേ മന്ത്രാലയം അത് തങ്ങൾക്ക് നൽകണം, ആ വകുപ്പ് തങ്ങൾക്ക് നൽകണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. നമുക്കറിയാം നേരത്തെ മുൻകാലങ്ങളിൽ നിതീഷ് കുമാർ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ നേരത്തെ തന്നെ BJP നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു.
അതായത് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ BJP തന്നെ കൈകാര്യം ചെയ്യും, അതൊന്നും തന്നെ സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നു. കൂടാതെ ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ റെയിൽവേ വകുപ്പ് എന്നുള്ള കാര്യത്തിൽ അത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല JDU എങ്കിൽ അതിനി എത്രത്തോളം കാര്യത്തിലേക്ക് പോകുമെന്ന് നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ വകുപ്പുകളുടെ കാര്യത്തിലൊന്നും തന്നെ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും രാജ്നാഥ് സിംഗ് BJPയിൽ നിന്നുള്ള 36 പേരിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ അമിത്ഷാ, നിതിൻ ഗഡ്കരി തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളും, നിർമ്മല സീതാരാമൻ, ഒപ്പം തന്നെ S ജയശങ്കർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ 3ാം മന്ത്രിസഭയിലും മന്ത്രിമാരായി തുടരുമെന്നുള്ളത് തന്നെയാണ്. കൂടാതെ തന്നെ നമുക്കറിയാം നേരത്തെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇടക്കാല ജാമ്യം അനുവദിച്ച് അദ്ദേഹം പ്രചരണങ്ങൾക്കായി അദ്ദേഹം ജാമ്യം അനുവദിച്ച് പുറത്തിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. തുടർന്ന് പ്രവർത്തകരെയും രാജ്യത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞപ്പോൾ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചില പേരുകളുണ്ടായിരുന്നു. മനോഹർലാൽ ഖട്ടർ, ഒപ്പം തന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങിയ നേതാക്കളെയൊക്കെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നുള്ളൊരു പരാമർശം കേജ്രിവാൾ തന്നെ നടത്തുകയും ചെയ്തു. അതിൽ ഇപ്പോൾ ഒരു വിരാമമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ രണ്ടുപേരും മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശിവരാജ് സിംഗ് ചൗഹാൻ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം രണ്ടാമതായി എത്തിയ, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം മധ്യപ്രദേശിൽ നിന്ന് നേടി എത്തിയ ഒരു വ്യക്തി കൂടിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ഒപ്പം തന്നെ മനോഹർലാൽ ഖട്ടർ ഹരിയാനയിലെ മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹവും ഈ ഒരു മന്ത്രിസഭയുടെ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഏത് വകുപ്പുകൾ അദ്ദേഹത്തിന് നൽകുമെന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടറിയിരിക്കുന്നത്. എന്തായാലും ഇരുവർക്കും ക്യാബിനറ്റ് പദവി തന്നെ നൽകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, ഒപ്പം തന്നെ അർജുൻ റാം മെഘ്വാൾ, ചിരാഗ് പാസ്വാൻ, LJPയിൽ നിന്ന് ചിരാഗ് പാസ്വാനെ മന്ത്രിസ്ഥാനം നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി മത്സരിച്ച 5 സീറ്റുകളിലും 5ലും വിജയം കരസ്ഥമാക്കാൻ പ്രധാനമായിട്ടും BJPയിലെ ഉയർന്ന നേതാക്കൾ രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, JP നദ്ദ, അമിത്ഷാ മുതൽ ഇങ്ങോട്ട് എല്ലാവരും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ സ്ഥിരീകരിക്കുകയും വ്യക്തമാവുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഈ വകുപ്പുകൾ സംബന്ധിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരു സാധ്യത ഈ വരുന്ന പുതിയ ഈ ആഭ്യന്തരം വെച്ചു ഒരുപക്ഷെ ശിവരാജ് സിംഗ് ചൗഹാന് കൈമാറിയിട്ട് അമിത്ഷാ ധനകാര്യം എടുത്തേക്കും എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പലതവണ വന്നിരുന്നു. ആ രീതിയിൽ കാതലായിട്ടുള്ള വകുപ്പുകളിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ മന്ത്രിസഭയിൽ കണ്ട മുഖങ്ങളായിരിക്കില്ല. അതിലൊരു അഴിച്ചുപണിക്കൊരു സാധ്യത, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യത, അതൊക്കെ BJP ആലോചിക്കുന്നുണ്ടാവുമോ? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങൾ നേരത്തെ കേട്ടിരുന്നു. അതായത് ധനകാര്യ വകുപ്പ് നിർമ്മല സീതാരാമനിൽ നിന്ന് മാറി അത് അമിത്ഷാ ഏറ്റെടുക്കണം, ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാന് നൽകണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതിൽ എത്രത്തോളം ചർച്ചകൾ നടന്നിട്ടുണ്ട്, ഒപ്പം തന്നെ അതിലൊരു തീരുമാനമായിട്ടുണ്ട് എന്നുള്ള ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഏത് വകുപ്പുകളാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ആ സസ്പെൻസ് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗ് തന്നെ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ S ജയശങ്കർ വിദേശകാര്യമന്ത്രി ആയി തന്നെ തുടരുകയും ചെയ്യും. ഈ 2 വകുപ്പുകളിലാണ്. ഒപ്പം തന്നെ ഗതാഗത വകുപ്പ്, ഉപരിതല ഗതാഗത വകുപ്പ് നിതിൻ ഗഡ്കരി തന്നെ തുടരുമെന്നുള്ളൊരു കാര്യം കൂടി മാത്രമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമായിരിക്കുന്നത്. മറ്റു വകുപ്പുകൾ സംബന്ധിച്ചൊരു ധാരണയായിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ ഈ ഉറപ്പിച്ചിരിക്കുന്നത് ഈ 3 പേരും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ കൈകാര്യം ചെയ്തിട്ടുള്ള ഈ വകുപ്പുകൾ തന്നെ അവർ കൈകാര്യം ചെയ്യട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഇവർക്ക് പുറമെ പ്രഹ്ലാദ് ജോഷിയും മന്ത്രിസഭയിൽ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട്. TDPയുടെ 2 മന്ത്രിമാരും പ്രധാനമന്ത്രിക്കൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഇതിൽ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. അദ്ദേഹം അല്പസമയത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ നമ്മോട് തന്നെ, അതായത് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചു. ഒപ്പം തന്നെ ഉടനെ തന്നെ ഡൽഹിയിലേക്ക് എത്താനുള്ളൊരു നിർദ്ദേശം നൽകി എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ JDS നേതാവ് ഈ ഒരു ഘട്ടത്തിൽ JDS നേതാവ് HD കുമാരസ്വാമി ഒരു കൃഷി വകുപ്പ്, കൃഷി മന്ത്രാലയം ലഭിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അവർക്ക് തന്നെ നൽകാനുള്ള ഒരു ധാരണയായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും HD കുമാരസ്വാമിക്ക് കൃഷി മന്ത്രാലയം ലഭിക്കാനുള്ള ഒരു സാധ്യത ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ 5 സീറ്റിന് ഒരു കേന്ദ്രമന്ത്രി പദവി എന്ന ഫോർമുലയാണ് സഖ്യകക്ഷികൾക്കിടയിൽ പദവി വീതം വെക്കാൻ BJP സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് എന്നാണ് വിവരം. അതായത് 5 താഴെ സീറ്റുകൾ കിട്ടിയ സഖ്യകക്ഷികൾക്ക് സഹമന്ത്രി പദവി നൽകാനും ധാരണയായിരുന്നു. JDSന് 2 സീറ്റേ ലഭിച്ചുള്ളൂ എങ്കിൽ പോലും തന്നെ HD കുമാരസ്വാമി ക്യാബിനറ്റ് പദവി അടക്കം നൽകാൻ മുതിർന്ന നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് പദവി നൽകാൻ ഒരു
തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കർണാടകയിൽ നിന്ന് ഒരു BJP എംപിമാർക്കും ഇതുവരെ ഡൽഹിക്ക് വരാൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഈ ചായ സൽക്കാരത്തിലൊന്നും തന്നെ അവരാരും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം കർണാടകയിൽ അവർ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു ഏറ്റവും കൂടുതൽ അവിടുന്ന് സീറ്റ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കാൻ പോകുന്നത് കർണാടകയിൽ നിന്നാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിരന്തരം പ്രചാരണ വേദികളിലൊക്കെ തന്നെ പറയുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇത്തവണ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ രീതിയിൽ സീറ്റ് കുറവ് സംഭവിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. കൂടാതെ ഭരണം, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. അതേ സമാനമായ രീതിയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറിയതോടുകൂടി തന്നെയായിരിക്കാം അവിടെ നിന്ന് ആർക്കും ഒരു ക്ഷണമുണ്ടാകാത്ത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൈകിട്ടോടു കൂടി തന്നെ ആയിരിക്കും ഓരോ നേതാക്കൾക്കും, അതായത് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഇന്ന് രാവിലെയാണ് ഫോൺ കോൾ വന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്കും ഇതുപോലെ തന്നെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് അവരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കർണാടകയിൽ നിന്നുള്ള മറ്റ് നേതാക്കൾക്ക് കൂടി ക്ഷണമുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ശിവസേനയിൽ നിന്ന് ഷിൻഡെ പക്ഷത്തിന് ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനവും നൽകിയേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീരംഗ് ബർണയും ഒപ്പം തന്നെ പ്രതാപ് റാവു ജാദവുമായിരിക്കും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുക എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശിവസേനയ്ക്ക് ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനമായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുക. കാരണം ഈ നേരത്തെ നമുക്കറിയാം മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതിന് ശേഷം ശിവസേന പിളർന്ന് ഏക്നാഥ് ഷിൻഡെയുടെ പക്ഷം NDയുടെ ഭാഗമാകുകയും ചെയ്തതിന് പിന്നാലെ നടന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ മേൽക്കൈ നേടാൻ ഉദ്ധവ് വിഭാഗത്തിന് സാധിച്ചുവെങ്കിൽ പോലും തന്നെ 7 സീറ്റുകൾ വിജയിക്കാൻ ഷിൻഡെ വിഭാഗത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഷിൻഡെ വിഭാഗത്തിന് കൂടുതൽ പദവികൾ നൽകാൻ ഇപ്പോൾ BJP തീരുമാനിക്കുന്നു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്നുള്ളൊരു സൂചന നേരത്തെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും തന്നെ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനം നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ NCP അജിത് പക്ഷത്ത് നിന്ന് രാജ്യസഭാ MP പ്രഫുൽ പട്ടേലിനെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കും. കാരണം നിലവിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ NCPയുടെ അജിത് പവാർ പക്ഷത്തിന് സാധിച്ചില്ലായിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമായി അവർക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രഫുൽ പട്ടേലിനെ, രാജ്യസഭാ അംഗമായിട്ടുള്ള പ്രഫുൽ പട്ടേലിനെ മന്ത്രിയാക്കണമെന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ക്യാബിനറ്റ് റാങ്ക് തന്നെ നൽകണമെന്നുള്ളൊരു ആവശ്യം അജിത് പവാർ പക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പദവി ലഭിക്കാൻ സാധ്യതയില്ല. സ്വതന്ത്ര ചുമതലയുള്ള ഒരു സഹമന്ത്രി സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയാണ് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനോഹർ ലാൽ ഖട്ടറും മന്ത്രിയാകുന്നുണ്ട്, കേന്ദ്രമന്ത്രിയാകുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് കമൽജിത്ത് ഷെഹാരത്തും സഹമന്ത്രിയാകും. തമിഴ്നാട്ടിൽ നിന്ന് BJP അധ്യക്ഷൻ K അണ്ണാമലയെ കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള സൂചനകൾ ലഭ്യമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അണ്ണാമലയെ മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തുന്നില്ല. അല്പസമയത്ത് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരുന്നു. താൻ തമിഴ്നാട്ടിൽ തന്നെ തുടരും, തമിഴ്നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും, തമിഴ്നാട്ടിൽ വരും കാലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്, അവിടെയൊക്കെ മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടി താൻ തമിഴ്നാട്ടിൽ തന്നെ തുടരേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തിരികെ എത്താം. MG മിഥുൻ, വളരെ പ്രധാനപ്പെട്ട കാര്യം